സംസ്ഥാനത്ത് ഒരു വർഷത്തോളം നീളുന്ന വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പ്രബലമായിട്ട് വരികയാണ്. ഒരു ഭാഗത്ത് കാലവർഷം വേണ്ടത്ര ശക്തമല്ല, അണക്കെട്ടുകളിൽ ആവശ്യത്തിന് ജലമില്ല എന്ന് പറയുന്നു, ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥ വരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളും വൈദ്യുതിക്ക് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ചുരുക്കി പറഞ്ഞാൽ വൈദ്യുതി ചതിച്ചു എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ ഇരയായി മാറിയിട്ടുള്ളൊരു വ്യക്തിയെ പരിചയപ്പെടാം. ഒരു ചെമ്മീൻ കർഷകനാണ്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിൽ ലക്ഷക്കണക്കിന് ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് ചത്തത്. പുല്ലൂറ്റ് നാരായണമംഗലം സ്വദേശി ഹുസൈൻ്റെ ചെമ്മീൻ കൃഷിയാണ് അപ്പാടെ നശിച്ചുപോയത്. 40 ദിവസം പ്രായമുള്ള 4 ലക്ഷത്തോളം ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് പാടത്തുണ്ടായിരുന്നത്. ഇവയ്ക്ക് ഓക്സിജൻ നൽകുന്നതിനായി സ്ഥാപിച്ച വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എയറേറ്റർ പ്രവർത്തിക്കാനാകാതെ വന്നതിനെ തുടർന്നാണ് ചെമ്മീൻ കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ ചത്തത്. ഞായറാഴ്ച വൈകുന്നേരം കൃഷിയിടത്തിലേക്കുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു. KECB ഓഫീസിൽ വിവരമറിയിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല. ജനറേറ്റർ ഉപയോഗിച്ച് വൈദ്യുതി വിതരണം തുറന്നുവെങ്കിലും രാത്രിയോടെ ജനറേറ്ററും തകരാറിലായി. രാത്രിയിൽ പലവട്ടം പുത്തൻചിറ സെക്ഷൻ ഓഫീസിൽ വിളിച്ച് അഭ്യർത്ഥിച്ചുവെങ്കിലും KECB ജീവനക്കാർ തകരാർ പരിഹരിക്കാൻ തയ്യാറായില്ല എന്ന് ഹുസൈൻ പറയുന്നു. ഈ ഓക്സിജൻ കൊടുക്കുന്ന എയറേറ്റർ ഒന്നും വർക്ക് ചെയ്തില്ല. വർക്ക് ചെയ്യേണ്ടെന്ന് ചെമ്മീനൊക്കെ ചത്തു പൊന്തി. ഇപ്പോൾ എല്ലാം 10-30 ലക്ഷം രൂപ നഷ്ടം എനിക്ക് ഉണ്ടായി. ഞാൻ ചെമ്മീൻ തീറ്റ കൊടുക്കണ കമ്പനിയിൽ അവർക്ക് പൈസ കൊടുത്തിട്ടില്ല. ഇവരെ വിളിച്ചാൽ ഇവർ വരില്ല, ഫോൺ എടുക്കൂല. വിളിച്ചാൽ വരാമെന്ന് പറയും. മുൻ കൗൺസിലർ വിനീത് അട്ടിങ്കുവിൻ്റെ പടി തൊട്ട് ഞങ്ങൾ പുത്തഞ്ചിറ KECBക്ക് ആക്കിയതിന് ശേഷം ഇവരെ സർവീസ് വളരെ മോശം. ഇന്നലെ 7-7:30 മണിക്ക് കറണ്ട് പോയിട്ട്, ആ കാറ്റും മഴയും വന്നപ്പോൾ കറണ്ട് പോയിട്ട് ഇവരെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. 11:30 വരെ വിളിച്ചിട്ട് വന്നില്ല. അങ്ങനെ ജനറേറ്ററൊക്കെ ജനറേറ്റർ കത്തിപ്പോയി. ജനറേറ്റർ കത്തിപ്പോയി. ഇതിന് ശേഷം ഞാൻ ഇവരെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇവർ വന്നില്ല. ലാസ്റ്റ് ഇവർ പറഞ്ഞ് ജമ്പർ കത്തിപ്പോയി, അത് ഇന്ന് നടക്കൂല, നാളെ ശരിയാക്കുള്ളൂ എന്ന് പറഞ്ഞു. ആകെ നഷ്ടമാണ്. ഇപ്പോൾ അവരോടൊക്കെ എന്ത് സമാനം പറയുന്നുള്ളത് നമുക്കറിയില്ല. വളർച്ച ഭാഗമായാൽ ഏകദേശം 30 ലക്ഷം രൂപ വിലമതിക്കാവുന്ന ചെമ്മീനാണ് നശിച്ചത്. 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക നിഗമനം. KECB ജീവനക്കാരുടെ അനാസ്ഥക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഹുസൈൻ പറഞ്ഞു. പ്രദേശത്തെ മറ്റു ചില ചെമ്മീൻ പാടങ്ങളിലും സമാനമായ രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.